ക്വിസിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ചൊരു കുട്ടിയാണ്. അവൾ നമ്മുടെ അവലോകനത്തിന് വന്നിരിക്കുന്നു. അവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു 2 വാക്ക്. നമുക്ക് അവളെ ഒന്ന് വിളിക്കാം. ആദ്യമായിട്ടാണ് തോന്നുന്ന ഒരു കൊച്ചു മിടുക്കി നമുക്ക് അവലോകനത്തിന് വരുന്നത്. അവളുടെ 2 വാക്ക് നമുക്ക് കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോവാ ഓണം ആഘോഷങ്ങള് കണ്ടത് കാഴ്ചകള്. അവിടെ കുറെ കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാഴ്ച മാവലിനെ ആദ്യമായിട്ട് കണ്ടതായിരുന്നു. പിന്നെ അവിടെ കുറെ പരിപാടികളും ഉണ്ടായിരുന്നു. നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെയുള്ള ഓരോ പരിപാടിയിൽ എൻ്റെ അമ്മയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓണം സദ്യ കഴിക്കാൻ പോയി. കഴിക്കാനായിട്ട് ചോറ്, സാമ്പാർ, പപ്പടം, പായസം, അവിയൽ, ഇനിയും കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പാല് പായസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെസ്സിൽ 1ാം സമ്മാനം കിട്ടി. പിന്നെ വീട്ടിൽ പോകുമ്പോൾ താഴെ ഒരു വലിയ പൂക്കളം ഉണ്ടായിരുന്നു. അത് കാണാൻ കുറെ ഭംഗിയായിരുന്നു. ഇത് എൻ്റെ മുംബൈയിൽ കേരളത്തിലെ പോലെ ആദ്യമായിട്ട് ഓണം ആഘോഷമായിരുന്നു. നന്ദി. വിജയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവലോകനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇഷ്ടമാണ് മോഹൻ്റെ വേണ്ടി എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹം. എല്ലാ പരിപാടികളും നമ്മൾ ഓണാഘോഷത്തിന് എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. വർഷങ്ങൾക്കുണ്ട്. വളരെയധികം മെച്ചപ്പെട്ട ഒരു പരിപാടിയായിരുന്നു 2025. അതിന് ആദ്യമായി ഞാൻ മിസ്റ്റർ വേണുഗോപാലിനെ, നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ വേണുഗോപാലിനെ, മിസ്റ്റർ സെക്രട്ടറിയെയും പിന്നെ ബാക്കിയുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇങ്ങനെ ഒരു സംരംഭത്തിൽ നമ്മൾ വന്നിച്ചേർന്നത് ഓരോരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് തിരുവാതിരക്കളിയായിരുന്നു. അതായത് സഭയുടെയും രാമകൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ നടന്ന തിരുവാതിരയിൽ അത് 2-3 വർഷം മുന്നേ തൊട്ട് ഞാനും അതിൻ്റെ അംഗമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ശാരീരികമായ അസുഖം കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയതാണ്. പക്ഷെ എനിക്ക് വളരെയധികം അപ്രീസിയേഷൻ ഉണ്ട് അവരോട്. ഈ മലയാള സമാജത്തിനെ ഇതേ നിലയിൽ കൊണ്ടുവന്ന് അവരുടെ ഓരോ സ്റ്റുഡൻറ്റിനെയും പരിശീലിപ്പിച്ച് ഇതേ രീതിയിൽ കൊണ്ടുവന്നതിന് എനിക്ക് ഏറ്റവും അധികം സന്തോഷകരം അപ്രീസിയേഷനും ചെയ്യുന്നു. ഞാൻ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഞാനും ഒരു 5ാം ക്ലാസ് മുതൽ തന്നെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഞാനും കാലത്ത് തിരുവാതിരകളിയൊക്കെ വളരെ റയറായിരുന്നു. എങ്കിലും ഞാൻ തിരുവാതിര കളിയിലും ഡാൻസിലൊക്കെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ NSS കോളേജ് കമ്പാർട്ടായിരുന്നു ഞാൻ ഗ്രാജുവേഷൻ വരെ കഴിഞ്ഞത്. കോളേജിൽ കയറിയതോടെ ഞാൻ പരിപാടികളെല്ലാം പിൻവലിച്ചു. ശാന്തമായ ഒരു സ്റ്റുഡൻ്റായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ഓരോരോ പരിപാടിയും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അതിനെ എല്ലാ സംരംഭങ്ങളും ചെയ്ത് വിജയിപ്പിച്ച ഓരോരോ വ്യക്തികൾക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പപ്പേട്ടനെ, സന്തോഷിനും എല്ലാ വ്യക്തികളെയും. കാരണം അവരൊക്കെ പണ്ടുപോലെ എൻ്റെ ഫ്രണ്ട്സുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വീണ്ടും ഇതുപോലെ ഓരോ വർഷം തോറും ഓരോ ഉന്നതിയിലേക്ക് നായകരുടെ അസോസിയേഷൻ ഉയരാൻ വേണ്ടി ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും എൻ്റെ ഭയങ്കരമായ അഭിനന്ദനം. ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു ഡ്രോയിങ് പരേഡാണ്. ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്ത പിള്ളേരെല്ലാം മുൻപോട്ട് വരുമോ? പത്മനാഭ
അനുമോദനമാണ്. അനുമോദനങ്ങൾ അവലോകനത്തിൽ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പ്ലീസ്, ആരെങ്കിലും ഇല്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അനുമോദനങ്ങളിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ സ്റ്റേജിൽ തന്നെ അവതരിപ്പിച്ചത് രംഗപൂജയാണ്. രംഗപൂജയിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. രംഗപൂജയിൽ പങ്കെടുത്ത കുട്ടികൾ ശ്രീലക്ഷ്മി കൃഷ്ണകുമാർ, വാണിശ്രീ പ്രേമാനന്ദൻ, അക്ഷയ അനിൽ, ശ്രീലക്ഷ്മി സുരാജ്, സ്റ്റേജിലേക്ക് വേദശ്രീ എന്നീ കുട്ടികളാണ്. ഇവർക്ക് കൊറിയോഗ്രാഫി ചെയ്ത രാധിക മാളത്തെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും അനുമോദനങ്ങൾ നൽകുവാനായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ സാറിനെ ക്ഷണിക്കുന്നു. അനുമോദനം തുടങ്ങുന്നതിന് മുൻപ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ചാൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ്, കാരണം ജനറൽ സെക്രട്ടറി നന്ദി പറയുന്നത് നടത്തി അങ്ങ് പോകും. അന്നത്തെ ദിവസം എനിക്ക് സ്വാഗത പ്രസംഗത്തിൽ അനുമോദനം നടത്താൻ പറ്റിയില്ല. നമ്മുടെ കാലാകാലങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് ഓണം നമ്മൾ എത്രാം തീയതി, ഏത് മാസത്തിൽ എത്രാം തീയതിയാണ് നടത്തുന്നതെന്ന് ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ച് നമ്മുടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരുടെ അന്നത്തെ സ്റ്റാൻഡേർഡിൽ നിന്നും അവരെ കലാപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ പത്മനാഭനെയും അദ്ദേഹത്തോടൊപ്പം തന്നെ ഗാനങ്ങളിൽ കൂടുതൽ അറിവോടുകൂടി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത ശ്രീ സന്തോഷിനെയും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയംഗമായ അനുമോദനം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് നായർ വെൽഫെയർ അസോസിയേഷൻ്റെ സ്റ്റേജിൽ നിന്നും വളർന്നു വന്ന് നമ്മുടെ കൂടെ എന്നും നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഡാൻസിൻ്റെ നളന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറായ രാധിക ടീച്ചറെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ ചെറുപ്പക്കാർ എൻ്റെ കൂടത്ത് ഈ കമ്മിറ്റിയിലുണ്ട്. വളരെ യോജിപ്പോടുകൂടിയും ആത്മാർത്ഥമായും ഈ നമ്മുടെ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, കൂടാതെ നമ്മുടെ ഓണാഘോഷത്തിനും വാർഷികാഘോഷത്തിനും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അത് സാമ്പത്തികമായാലും കലക്ഷനിലായാലും പ്രവൃത്തികളിലായാലും എന്നോടൊപ്പം തോളോട് ചേർന്ന് നിന്ന എൻ്റെ എല്ലാ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഇതുപോലെ വീണ്ടും ഞങ്ങൾക്ക് ഒരു കൊല്ലം കൂടെ ഇതുപോലെ മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ സുന്ദരൻ നായർ കാലങ്ങളായിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ജഡ്ജാണ്. അദ്ദേഹം എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ജോലി നിർവഹിക്കാറുണ്ട്. സുന്ദരൻ നായരെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയംഗമായ നന്ദിയും അനുമോദനവും അറിയിക്കുന്നു. അതുപോലെ ശ്രീമതി സരള, ശ്രീമതി ലാലി ടീച്ചർ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ ഓഫീസിൽ കൈകൊട്ടിക്കളി പരിശീലനം നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിനെ മുൻകൈയെടുത്ത് അതിനുവേണ്ട എല്ലാ പരിശീലനവും നൽകുന്ന ഇവർക്ക് രണ്ടുപേരെയും ഈ അവസരത്തിൽ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ പേരിലും സ്വന്തം പേരിലും ഞാൻ അനുമോദിക്കുന്നു. ഇത് കൂടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കമ്മിറ്റി മെമ്പർ അല്ലാതെ തന്നെ ദിവസേന വന്ന് നമ്മളുടെ കൂടെ നിന്ന ശ്രീ രാജേഷ് നമ്പ്യാർ, അതുപോലെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ എല്ലാ മെമ്പർമാരും
കലാകാരന്മാരും കലാകാരികളും വളരെ ആത്മാർത്ഥതയോടുകൂടി നായർ വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാ പ്രോഗ്രാമിനും കൂടെ നിന്ന് യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ ബോംബെയിലെ പല ഭാഗത്തും നമുക്ക് എല്ലാവർക്കും അറിയാം നായർ സമാജത്തിൻ്റെ കാളിദാസ ഓഡിറ്റോറിയം മുള്ളുണ്ടിൽ വെച്ച് നമ്മളുടെ കലാകാരികളുടെ ഒരു വമ്പിച്ച ഒരു വളരെ നല്ല ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കേന്ദ്രീയ സംഘടനയുടെ നവംബർ 9 പ്രോഗ്രാമിനും ഇവിടുന്ന് ഡാൻസ് ട്രൂപ്പ് പോകുന്നുണ്ട്. ഇങ്ങനെ യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ സമാജത്തിൻ്റെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നായർ വെൽഫെയർ അസോസിയേഷൻ്റെ നായന്മാരുടെ ഉന്നമനവും യോജിപ്പും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കൈകൊട്ടിക്കളിയിലും മറ്റ് നൃത്തനൃത്യങ്ങളിലും എല്ലാ കലാവിഭാഗങ്ങൾ പങ്കെടുത്ത എല്ലാ എൻ്റെ സഹോദരന്മാർക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നായർ വെൽഫെയർ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും ഹാർദയമായ എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം കാലാകാലങ്ങളായിട്ട് ആങ്കർ ചെയ്ത നമ്മുടെ ശ്രീലക്ഷ്മി, അഖില, അശ്വതിയുടെ വിവാഹമായിരുന്നു ഇന്നലെ. നമ്മുടെ പ്രോഗ്രാമിന് ആങ്കർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ശ്രീലക്ഷ്മണിയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. അശ്വതി നമ്മുടെ പ്രോഗ്രാമിന് ആങ്കർ ചെയ്തു. ഒരു 2 ആഴ്ചക്കുള്ളിൽ അവരുടെയും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി ആരെങ്കിലും ചെറുപ്പക്കാരെ കുട്ടികളുണ്ടെങ്കിൽ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് ആങ്കർ ചെയ്യാനുള്ള ശ്രമം നടത്തുക. പെട്ടെന്ന് വിവാഹം നടക്കുന്നതായിരിക്കും. സംഘടനയുടെ ബലം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ആ സാമ്പത്തിക സഹായത്തിൽ ഏറ്റവും അധികം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു GC മെമ്പർ, വളരെ സീനിയറായിട്ടുള്ള GC മെമ്പർ, അതൊരു വനിതാ മെമ്പർ ശ്രീമതി കാന്ത പ്രവീൺ നായരാണ്. അവർക്ക് പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഒരു അനുമോദനം അല്ലെങ്കിൽ ഒരു ആദരവ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശ്രീ കാന്ത മാഡത്തിനെ ശ്രീമതി കാന്ത മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ആദരവ് നൽകാനായി പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും ക്ഷണിക്കുന്നു. സ്വന്തമായി ലാബ് നടത്തുന്നത് പോലും ആവർത്തിച്ചിട്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. തീർച്ചയായും വളരെ സ്തുത്യർഹമായ സേവനം. അഭിനന്ദനങ്ങൾ. അതേ നമ്മുടെ അനുമോദനം തുടരുന്നു. തമാശ എപ്പാട് ശ്രീമതി കാന്ത ഈ ലൈം ലൈറ്റിൽ വരുന്നത് കൊറോണ കാലം മുതലാണ്. ഡോംബിവലിയിലെ ഈസ്റ്റിലും വെസ്റ്റിലും താക്കൂർലിയിലും ഒക്കെ ഒരു എൻ്റെ കണക്കനുസരിച്ച് ഒരു 3000-ലേറെ കൊറോണ വാക്സിനേഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ നായർ വെൽഫെയർ അസോസിയേഷനിൽ നമ്മുടെ അഭിമാനമായ കേരളീയ സമാജത്തിൻ്റെയും കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും ഒരു 3-4 വർഷമായിട്ട് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന കാലത്തൊക്കെ കൂടുതൽ കളക്ഷൻ ശ്രീമതി കാന്തയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാതിരുന്നത്. കാരണം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു GC മെമ്പർ ആയതുകൊണ്ട് അത് GCയിൽ അതിൻ്റെ അനുമോദനങ്ങൾ നടന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാറുള്ളത്. എന്നിരുന്നാലും മോഹൻസി നായർ അത് എടുത്ത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അവരെ അനുമോദിക്കണം. അവർക്കൊരു നല്ല കയ്യടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം. അടുത്തതായി അനുമോദനം തുടരുന്നു. നമ്മളുടെ അദ്വൈത നൃത്യ അവതരിപ്പിച്ച 10 നൃത്ത കലാകാരികളെ ക്ഷണിക്കുകയാണ്. ആരൊക്കെ വന്നിട്ടുണ്ടെന്നറിയില്ല. പേരുടെ പേരുകൾ വായിക്കുകയാണ്. ചിത്ര S. നായർ, ചിത്ര V. നായർ, നീരജ, ഋതു, രാഖി, സുജിത, ശ്രുതി നായർ, സ്വപ്ന നായർ ആൻഡ് ദീപ്തി എന്നിവരാണ് പങ്കെടുത്തത്. ഇതിൽ വന്നിരിക്കുന്നത് ഋതു നായർ, രാഖി മേനോൻ,
നീരജ് അമ്മയെ ഇത്രയും പേര് എത്തിയിട്ടുള്ളൂ. അവർക്ക് അനുമോദനം അർപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ സാറിനെ ചെയ്യിക്കുന്നു. നമ്മുടെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുള്ളന്നിൽ നടന്ന സാഗർ സമാജത്തിൻ്റെ വാർഷികത്തിലും ഇതേ ടീമാണ് പ്രകടനം കാഴ്ചവെച്ചത്. ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനമായി അവിടെ വിലയിരുത്തപ്പെടുകയും ചെയ്തതാണ്. നമസ്കാരം എല്ലാവർക്കും. അധികമൊന്നും പറയാൻ സംസാരിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് മാത്രം थैंक यू इतना मतलब सॉरी मैं हिंदी में बात कर रही हूँ. थैंक यू मुझे ये अपॉर्चुनिटी देने के लिए, बात करने के लिए सर. एज पर मी ये जो शो पूरा था अच्छा गया है और जो भी रिस्पॉन्स आया है सबका बहुत ही अच्छा रिस्पॉन्स आया है. दूसरा बात ये है कि अभी जितना भी जो भी लोग बात किया, मेरे को जो लगा मैं बता रही हूँ, जितना लोग भी अभी बात किया शायद सिर्फ तिरुवादिरा के बारे में सिर्फ बात किया है. बाकी लोग जो बैठे होकर पीछे അവരിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അയ്യോ ആരും എന്നെ ഒന്നും പറ്റിയൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല ऐसा. സോ ഞാൻ അവരോടും കൂടി പറയണം, നിങ്ങളുടെയൊക്കെ പരിപാടി നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ആൻറ്റിമാരും എല്ലാ ചേച്ചിമാരും എല്ലാ പെണ്ണുകളും കുട്ടികളും सब लोग ने बहुत अच्छा परफॉर्म किया है. പാട്ട് പാടി ഒരു जो भी छोटा मोटा मिस्टेक सब लोग से होता है, वो उसका कुछ टेंशन नहीं, क्योंकि अपन एक फैमिली मेम्बर है. ഇതൊക്കെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ ആയതുകൊണ്ട് കൂടി കുറച്ച് തെറ്റ് പറ്റിയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും forgive तो कर लेंगे. तो आई थिंक दिस वाज अ नाइस प्रोग्राम एज पर मी. താങ്ക് യു മിസ് നീരജ് അമ്മയെ. അടുത്തതായിട്ട് നമ്മുടെ കേരള നൃത്യം അവതരിപ്പിച്ചവരെ ക്ഷണിക്കുകയാണ്. വനിതാ പ്രമോദ് നായർ, രേഖ കൃഷ്ണകുമാർ, സവിത സുജയ്, സുഷമ്മ മണികണ്ഠൻ നായർ. ഇതിൻ്റെ കൊറിയോഗ്രാഫി നിർവഹിച്ചത് സുഷമ്മ മണികണ്ഠൻ നായരാണ്. സവിത വന്നിട്ടില്ല, പകരം രഞ്ജു കൂടെ ചേരുകയാണ്. റിഹേഴ്സൽ മുതൽ രഞ്ജു കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. അവർക്ക് അനുമോദനം അർപ്പിക്കുന്നത് നമസ്കാരം. പ്രോഗ്രാം നന്നായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ പരിപാടികളും നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു ഡാൻസ് NWയിൽ കോറിയോഗ്രാഫി ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റിയത്. അത് കാരണം ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മെയിൻ ബാക്കോട്ടായ രഞ്ജുവിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പ്രോഗ്രാം നന്നായി ചെയ്യാൻ പറ്റിയെന്ന് എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. നമ്മുടെ സെമി ക്ലാസിക്കലിൽ ദേവി ടീം ചെയ്ത ടീമാണ്. സിന്ധു സുഭാഷ്, സതി മോഹൻ, റോസി മുരളീധരൻ, മിനി മേനോൻ, സുചിത്ര രാമചന്ദ്രൻ, ഭാഗ്യലക്ഷ്മി ജി നായർ എന്നിവരെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കുമുള്ള സ്നാക്സ് ഇവിടെ തയ്യാറാവുന്നുണ്ട്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ. പരിപാടി ഇനിയും തുടരുകയാണ്. നിങ്ങളുടെ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഗാനം പാടുന്നതിന് വേണ്ടി മിസ് ദേവിക മോഹനെ ക്ഷണിക്കുന്നു. ഇത് ലൈവായിട്ടുള്ള പാടുന്നത്, കരോക്കെ ഒന്നുമില്ല. ആ
വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായി ക്ഷണിക്കുകയാണ് ശ്രീ സുന്ദരൻ നായരെ. നമ്മുടെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് അദ്ദേഹം. നമ്മുടെ ഡ്രോയിങ് മത്സരങ്ങളിൽ വളരെ വർഷങ്ങളായി ഈ പവിത്ര കണ്ണപരിചയത്തിലൂടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളോടുള്ള ഒരു ഉപദേശവും ക്ലാസ്സും നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്നു. നമസ്കാരം. നായർ സമാജത്തിൻ്റെ വേദി ആദ്യമായിട്ടാണ് ഇടുന്നത്. ഏകദേശം 25 വർഷങ്ങൾ മുമ്പാണ് എൻ്റെ ഗുരുനാഥൻ ഈ പവിത്രകമ്പരത്തിൻ്റെ കൂടെ ഞാൻ ഈ നായർ സമാജത്തിൻ്റെ വെഡിങ് പ്ലാനിലേക്ക് ഇടുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ആവശ്യമില്ല. ക്ഷമിക്കണം, ജലദോഷമാണ്. ഡ്രോയിങ് കോമ്പറ്റീഷൻ നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. 45 മിനിറ്റ്സ് കൊണ്ടൊന്നും കുട്ടികൾക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. ഏകദേശം 2 മണിക്കൂറെങ്കിലും നല്ലൊരു ചിത്രം വരയ്ക്കാൻ അവർക്ക് വേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ടൈം ഷെഡ്യൂളും ഡേറ്റ് ഷെഡ്യൂൾ അനുസരിച്ച് അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു കുട്ടികളല്ല പല പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് വരുന്നത്. അപ്പോൾ അവരെ വന്ന് വിട്ടിട്ട് ഓടിപ്പോകും. ഇല്ല, വന്നിട്ട് വരയ്ക്കാൻ അവർക്ക് ആ ഒരു കൂടി കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വേണുവേട്ടൻ ഇവിടെ പറയുകയുണ്ടായി ഒരു വർഷത്തെ ഒരു കാലാവധിയിൽ പല പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യണം. അതിൽ എൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 1-2 ഇതിൻ്റെ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള ചില പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനാവശ്യം രാജ്യത്തിനോട് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നില്ല. അത് ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ ടാലൻ്റായിട്ടുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു പോർട്രേറ്റിനെ കുറിച്ചുള്ളൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ സെലക്ട് ചെയ്യാം. അത് സമാജത്തിൻ്റെ അംഗങ്ങളുമായിട്ട് നിശ്ചയിച്ചിട്ട് കുട്ടികളെ സെലക്ട് ചെയ്ത് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അവരുടെ ടാലൻറ്റ്, അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് പോർട്രേറ്റിനെ കുറിച്ചൊരു വിവരണവും വേറെ ആർട്ടിസ്റ്റ് അതിൽ പങ്കെടുപ്പിക്കാം. അപ്പോൾ അവർക്ക് പോർട്രേറ്റിനെ കുറിച്ചൊരു വർക്ക്ഷോപ്പ് ആദ്യം സംഘടിപ്പിക്കുന്നതായിരിക്കും. ഏറ്റവും അടുത്ത രീതികളിൽ അതുണ്ടായിരിക്കണം. അതനുസരിച്ച് ലാൻഡ്സ്കേപ്പ്, സ്റ്റിൽ ലൈഫ്, ഡ്രോയിങ്ങിൻ്റെ മറ്റ് പല വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് അറിയാവുന്ന രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. പ്രോഗ്രാം വളരെ നന്നായിട്ട് പോയി. ഈ വർഷം അവലോകനത്തിൻ്റെ ഈ രീതിയിൽ അത് പറയേണ്ടതിന് ആവശ്യമാണ്. എല്ലാ പ്രോഗ്രാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘടനകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എല്ലാവരും മുമ്പോട്ട് വന്നിരിക്കണം. മോചനങ്ങൾ കൊടുക്കുന്നതിനുള്ള സമയത്തിൽ ആൾക്കാരും മുമ്പിൽ ഉണ്ടാവണം. അടുത്തതായി നമ്മുടെ സംഗീത വിഭാഗത്തിൽ പാട്ടുപാടിയ ശ്രീമതി ശില്പ ഇവരെ അനുമോദിക്കുന്നതിനായി ജോയിന്റ് സെക്രട്ടറി ശ്രീ മോഹൻ സെക്രട്ടറി ക്ഷണിക്കുന്നു. ശില്പ പ്ലീസ്. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ട്രഷറർ ശ്രീ കൃഷ്ണകുമാർ സാർ എത്തിക്കുന്നു. പപ്പേട്ടെന്നാണ്. വിഷ്ണു.
സുന്ദരാം. Thank you. ഈ ഗാനം ആലപിച്ച ശ്രീ വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. മാനത്ത് പെണ്ണികൾ എന്ന ഗാനം ജയിച്ചെന്നൊക്കെ ഗാനം ആലപിച്ച ശ്രീ വേണുഗോപാൽ ഇഷ്ടം. അടുത്തതായി ഭാസ്കരൻ മാഷിന്റെ പാട്ട് പാടിയ ശ്രീ തമ്പൻ നമ്പ്യാർ. ജയറാം ലതാ മങ്കേഷ്കറിനെ എല്ലാം സംഗീതം പഠിപ്പിച്ച ആളാണ്. നൗഷാദിന്റെ കൂടെ പഠിപ്പിച്ച ആളാണ് ജ്യോതി മകൾ. സമ്മാനം നൽകുന്നതിനായി ശ്രീ അനിൽകുമാർ GC മെമ്പർ. ദേവദുന്ദുബി എന്ന ഗാനം പാടണമെന്ന് അഭ്യർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്ന് വരാത്ത പലതുകൊണ്ട് നമ്മുടെ കൊച്ചുകുട്ടി ഇവിടെ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. ഹൃദയ ആദ്യമായി സ്റ്റേജിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന ഹൃദയ എന്ന കൊച്ചുകുട്ടി ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം, എന്തൊക്കെയോ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെ കാണുന്നില്ല. അങ്ങനെ ശബരിമലയിൽ നിൽക്കുന്ന കണ്ടു. ആള് അവരുടെ അമ്മ ഹരിത, പൂപ്പൻ ഹരീന്ദ്രൻ, ആരുമില്ല ഇവിടെ. അതുപോലെ ചെമ്പരത്തിപ്പൂവ് എന്ന ഗാനം പാടിയ മിനി ഇല്ല. കുറച്ച് കുട്ടികൾ കൂടെ വരാനുണ്ട്. ആര്യ ആലപിച്ച ഗാനത്തിനുള്ള സമ്മാനം കൊടുക്കുന്നതിനായി ഗിരീഷ് GC മെമ്പർ ഗിരീഷ് മെലോനെ സമ്മാനം കൊടുക്കുന്നതിനായി വിളിക്കുന്നു. ആര്യയ്ക്ക് വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി മധു ബാലകൃഷ്ണൻ സമ്മാനം സ്വീകരിക്കും. സമ്മാനം നൽകുന്നതിനായി രാജശേഖരനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്ത്യക്ക് പോയിട്ട് രാജശേഖരൻ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന ഗാനം ആലപിച്ച ശ്രീ സുധീർ വെള്ളാട്ട്. നമ്മുടെ GC മെമ്പർ കൂടിയായ സുധീരേട്ടന് സമ്മാനം കൊടുക്കുന്നതിനായി GC മെമ്പർ ശ്രീ പീതാധരൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീലക്ഷ്മി ആൻഡ് ടീം സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ച രണ്ടുപേരെങ്കിലും വരാമെന്ന് പറയും. ഒരു സിനിമാറ്റിക് ഡാൻസ് വിപിൻ നായരുടെ കൊറിയോഗ്രാഫിയിൽ ചെയ്ത അഖില, സുജിത്, ചിത്ര, രോഹിണി, സംഗീത്, ശ്രുതി ആരെങ്കിലും ഉണ്ടോ? ശ്രുതി ആൻഡ് രോഹിണി ഓൺ ദ സ്റ്റേജ്. ശ്രുതിയുടെ അച്ഛനായ GC മെമ്പർ സുകുമാരൻ നായർ തന്നെ സമ്മാനം കൊടുക്കുകയാണ്. എല്ലാവർക്കും സമ്മാനം ഒരുമിച്ച് കൊടുക്കുക. ജിന്നിയ വന്നിട്ടുണ്ടോ? ജിന്നിയ മിസ്റ്റർ സുരേഷ് കുമാർ എൻ സ്വരം പൂവിടും എന്ന ഗാനം ആലപിച്ച ശ്രീ സുരേഷ് കുമാർ സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഇന്ത്യൻ ലോട്ട ശ്രീ MS മേനോനെ ക്ഷണിക്കുന്നു. ശ്രീമാൻ സുരേഷ് കുമാർ ഒരു പ്രഗത്ഭനായ നാടക നടനും ഗായകനും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഗാനം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഒന്ന് പറയാമോ? വളരെയധികം പ്രശസ്തിയേറിയ KJ ജോയുടെ സംഗീത സംവിധാനത്തിൽ പാടിയ ഈ ഗാനം
എന്തുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്? എന്തെങ്കിലും പ്രത്യേകതയാണോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, കലാപ്രകടനങ്ങളാൽ സമ്പന്നമായ ഒരു ഓണാഘോഷം തന്നെയാണ് നടന്നത്. അതിൽ പങ്കെടുത്ത എല്ലാ കലാപ്രതിഭകൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. കൂടാതെ ഇതിൽ ഒരു പാട്ട് പാടാനുള്ള അവസരവും അതിൽ സഹകരിക്കാനുള്ള ഒരു അവസരം തന്ന ഭരണസമിതിക്കും സംഘാടകർക്കും മെമ്പർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെ ഈ പാട്ട് പാടാൻ ഞങ്ങളെ ഇത് പാട്ട് തയ്യാറാക്കി എടുപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാർ പൽപ്പേട്ടൻ, സന്തോഷേട്ടൻ എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. കൂടാതെ ഇപ്പോൾ മോഹൻസി നായർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ എൻ സ്വരം പൂവിടും എന്ന ഗാനം ഒരു കാലത്ത് യുവജനോത്സവ വേദികളിൽ യുവാക്കളുടെ ഹൃദയങ്ങളെ ത്രസിപ്പിച്ച ഗാനമായിരുന്നു. ഞാനും അത് ഈ ആകാശവാണിയിലൂടെയൊക്കെ പലവട്ടം കേട്ടിട്ട്, കൂടാതെ ഒരു അനുഭവം എന്ന് പറയാൻ, ഞങ്ങൾ ഒരു വർഷം സ്കൂൾ യുവജനോത്സവത്തിൽ ഈ ഒരു ഓർക്കസ്ട്രയിൽ എനിക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ട്രിപ്പിൾ ഡ്രം വായിക്കുമായിരുന്നു. ഇന്നതില്ല, ഇന്നത് റിതം പേഡാണ്. അപ്പോൾ ട്രിപ്പ് കൊട്ടുന്ന പരിപാടി എനിക്കാണ്. പാട്ട് പാടുന്ന എൻ്റെ ഒരു സുഹൃത്ത് ആൻഡോ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്, എനിക്ക് ഇതൊന്ന് പാടണം എന്നുള്ളൊരു ആഗ്രഹം അന്നേ മനസ്സിലുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ 3 പാട്ട് സെലക്ട് ചെയ്ത് വന്നിരുന്നു ഇവിടെ. അപ്പോൾ ഇതിവിടെ ജഡ്ജസിൻ്റെ മുമ്പിൽ ആദ്യം പാടിയ പാട്ട് എൻ സ്വരം പൂവിടും എന്നുള്ള ഗാനമായതുകൊണ്ട് അവർ പറഞ്ഞു ഈ പാട്ട് തന്നെ പാടിയാൽ മതി. അപ്പോൾ അതായിരുന്നു ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് ജോയ് സാറിൻ്റെ വ്യത്യസ്തമായ ഒരു സംഗീത സംവിധാനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പപ്പേട്ടൻ പറഞ്ഞു ഇത് ശ്രുതിയൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഈ പാട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പോരായ്മകൾ ധാരാളം ഉണ്ടാവും, എങ്കിലും ഈ അവസരം തന്ന വേദിക്കും സദസ്സിനും സംഘാടകർക്കും ഭരണസമിതിക്കും കൂടാതെ എൻ്റെ ഗുരുക്കന്മാർക്ക് എന്നെ ഇത് പരിശീലിപ്പിച്ച സന്തോഷേട്ടനും പപ്പേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആദരവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ഇത്രയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ ഭാസ്കരൻ രചിച്ച ഒരു മനോഹരമായ ഗാനത്തിൻ്റെ 4 വരികൾ ആലപിക്കുവാനായി അശ്വതി പ്രേമനെ ക്ഷണിക്കുകയാണ്. അശ്വതിക്ക് പ്രാവശ്യം നമ്മളോടെ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ പറ്റിയില്ല.